എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിക്കണമെന്നും ഇസ്രായേലിലെ ആ സഹോദരൻ ഒരേ ഒരു അഭ്യർത്ഥനയുള്ളൂ കേരളത്തിലെ ആൾക്കാരോട്, ദയവായിട്ട് ഇതൊരു ഫുട്ബോൾ മത്സരമായി കാണരുത്. മനുഷ്യജീവനാണ് പോകുന്നത്. ആരുടെയെങ്കിലും അച്ഛനും അമ്മയും സഹോദരനും കുട്ടിയും മകനും മകളും ഒക്കെയാണ് മരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധക്കൊതി ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ മലയാളിയും ശ്രമിക്കുക, എല്ലാ മലയാളികളും കേൾക്കേണ്ടതാണ്. ആ കേട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് ഇസ്രായേലും ഇറാനും ഇടയ്ക്ക് സമാധാനം ഉണ്ടാകാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമാധാനത്തിന്റെ പക്ഷത്ത് നിന്ന് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതല്ല, വെള്ളം ഒഴിക്കുന്നവനാണ് ദൈവത്തിന്റെ ജോലി ചെയ്യുന്നത്. ആ തീയെ അണയ്ക്കാനാണ് നോക്കേണ്ടത്. ഊതി ആളി കൂടുതൽ ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭരണാധികാരി ഫലസ്തീനിലെ മക്കൾക്കെതിരെ ആയുധവർഷം നടത്തിയപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ആക്രമണം നടത്തിയത്. അവിടെയുള്ള പട്ടാളക്കാരോട് ഇസ്രായേൽ സൈന്യത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ രാജ്യത്ത് നിന്ന് തീവ്രവാദവും ഭീകരവാദവും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ധർമ്മസമരത്തിനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നല്ല, മറിച്ച് അവിടെയുള്ള ഒരു കുരുന്നിനെയും വെറുതെ വിടാൻ പാടില്ല എന്നാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി പട്ടാളക്കാരോട് സംസാരിച്ചത്. ലോകത്തെവിടെയും തുല്യതയില്ലാത്ത ക്രൂരതയായിരുന്നു അവർ നടത്തിയത്. ഇസ്രയേലുകാർ ഫലസ്തീനു മേൽ നടത്തിയത്. ഹോസ്പിറ്റലിന് മേൽ നിരന്തരമായി ബോംബ് വർഷിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലുകൾ ഒന്നും ഇനി അവിടെ ബാക്കിയില്ല. എത്രയോ നാളുകളായി ഒരു പൊതി പോയിട്ട് ഒരു ബ്രെഡ് കിട്ടിയിട്ട് ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്ന ഭക്ഷണ വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് കിട്ടുന്ന റൊട്ടി കഷ്ണം കഴിക്കാൻ വേണ്ടി കൈനീട്ടി കാത്തു നിൽക്കുമ്പോൾ അവിടെയും ബോംബ് വർഷിച്ചത് നമ്മൾ കണ്ടു. അവിടെ പൊട്ടിച്ചെറിച്ചു പോയത് കുരുന്നു മക്കളാണ്. അവിടെ ചിന്നിച്ചിതറിപ്പോയത് സ്ത്രീജനങ്ങളാണ്. അവിടെ കൊല ചെയ്യപ്പെട്ടത് എല്ലാം നിരപരാധികളാണ്. എന്നിട്ടും ലോകത്ത് നീതിയുടെയും ന്യായത്തിന്റെയും അപ്പോസ്തലന്മാരാരും രംഗത്ത് വന്നില്ല. അവിടെയുള്ള ഹോസ്പിറ്റലിന് മേൽ ആയുധം വർഷിച്ചപ്പോൾ ലോകത്തോട് ചോദിച്ചു, ആ ഹോസ്പിറ്റലിലാണോ നിങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന്. ഫലസ്തീനിലെ മുഴുവൻ ആശുപത്രികളും ഇല്ലായ്മ ചെയ്യുകയും ആയിരക്കണക്കിന് കുരുന്നുകൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തപ്പോൾ അതാ പരിക്കുപറ്റിയ ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന മൃതപ്രായരായി ICUവിൽ കിടന്നിരുന്നവരെ, വെന്റിലേറ്ററിൽ കിടന്നിരുന്നവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നിരുന്നവരെ ആയുധവർഷം നടത്തി ഇല്ലായ്മ ചെയ്തപ്പോൾ ഇസ്രയേലിന് തോന്നിയില്ല അത് ആശുപത്രിയാണെന്ന്. ലോകത്തുള്ള പല ആളുകൾക്കും തോന്നിയില്ല ഇത് ഹോസ്പിറ്റലാണെന്ന്. മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാനത്തെ പരിശ്രമത്തിന്റെ കേന്ദ്രമാണ് എന്ന് ആർക്കും തോന്നിയില്ല. ഇപ്പോൾ ഇസ്രയേലിലെ ഹോസ്പിറ്റലിന് മേൽ ആയുധവർഷം വന്നപ്പോൾ മാത്രം പറയുകയാണ്, അതെ, ഇതെന്ത് നീതിയാണ് എന്ന്, ഇതെന്ത് യുദ്ധനീതിയാണ് എന്ന്. ഒരിക്കലും ഇതിനെ യുദ്ധമെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. രണ്ടു ശക്തികൾ ചില മാനദണ്ഡങ്ങളോടെ നടത്തുന്ന ആയുധപ്രയോഗത്തെയാണ്, മൽപിടുത്തത്തെയാണ് യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് വായിക്കേണ്ടത്. ഇവിടെ യുദ്ധമെന്ന് പറയാനില്ല, ആക്രമണവും പ്രത്യാക്രമണവും പ്രതിരോധവും എന്നൊക്കെയാണ് ഇതിന് പറയേണ്ടത്. ഇങ്ങനെ ഒരു യുദ്ധം നിലനിൽക്കണമെന്ന് ലോകത്തൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല, മനുഷ്യത്വമുള്ള ഒരാളും ആഗ്രഹിക്കുന്നില്ല. നിരപരാധികളായ രാജ്യങ്ങളുടെ മേൽ ആക്രമണം നടത്തി പാവപ്പെട്ടവരെ അരുംകൊല ചെയ്തു കളയുന്ന ലോക പോലീസുമാർക്കെതിരെ കൃത്യമായ മാനവിക വിചാരങ്ങളോടെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. ഇത്തരം ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിലും ചില ആളുകൾ പറയുന്നത് എന്താണ്? മലയാളത്തിലും ചില ആളുകൾ നടത്തുന്ന കമന്റുകൾ എന്താണ്? ഇപ്പോൾ ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ ഇറാൻ ഒരു പ്രതിപട്ടികയിലേക്ക്. ഇറാൻ ഔദ്യോഗികമായി ഉൾക്കൊള്ളുന്ന ഒരു മതവിശ്വാസത്തെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസപരമായി പറയുമ്പോൾ ഷിഈ വിശ്വാസത്തിന്റെയും രാഷ്ട്രമതമായി സ്വീകരിച്ച ഒരു ജനവിഭാഗമാണ്. ആ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, മാനവികമായ വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിരപരാധികളായ രാഷ്ട്രങ്ങളെ മുഴുവനും ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുകയും പാവപ്പെട്ട കുരുന്നുകളെ അടക്കം നിരപരാധികളായ സിവിലിയന്മാരെ ക്രൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്താണ്? ലോകത്ത് അരുതെന്ന് പറയാൻ ശക്തിയുള്ള ഒരു രാജ്യം എവിടെ? ആക്രമിക്കരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരി എവിടെ? ഇവിടെയാണ് മനോഹരമായ ഒരു സംഹിത കൊണ്ട് ലോകത്തെ മുഴുവനും ശാന്തിയിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിന്റെ പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കേണ്ടത്.